പാലക്കാട് കല്ലടിക്കോട് ബാർബർ ഷോപ്പിൽ തലമുടി വെട്ടാനെത്തിയ കുട്ടിക്ക് ക്രൂരപീഡനം. ബാർബർ കരിമ്പ സ്വദേശി കെയും ബിനോജിനെ എതിരെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു. ബാർബർ ഷോപ്പിലെത്തിയ 11-കാരനെ ബിനോജ് ക്രൂരമായി ആക്രമിച്ചു. ആക്രമണ വിവരം കുട്ടി അധ്യാപകരെ അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ ആക്രമിച്ചത്? ആ സമയത്ത് ഈ കുട്ടിയുടെ രക്ഷിതാവ് ആരും ആ ബാർബർ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ലേ? അരുൺ, കഴിഞ്ഞ ദിവസമാണ് ഈ 11 വയസ്സുകാരൻ കരിമ്പ സ്വദേശിയായിട്ടുള്ള കെ എം ബിനോജിന്റെ ഈ ബാർബർ ഷോപ്പിലേക്ക് എത്തുന്നത്. തലമുടി വെട്ടാൻ വേണ്ടി എത്തിയതായിരുന്നു ഈ വിദ്യാർത്ഥി. ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ബിനോജ് ഈ കുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് സാരമായി തന്നെ പരിക്കേൽക്കുന്നു. പക്ഷേ ആ സമയത്ത് കുട്ടി വളരെ ഭയപ്പെട്ട് ആരോടും ഇക്കാര്യങ്ങൾ പറയാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് സ്കൂളിലേക്ക് എത്തിയ സമയത്ത് അധ്യാപകരാണ് ഈ സംഭവം തിരിച്ചറിയുന്നത്. കുട്ടിയുമായി സംസാരിച്ച് കുട്ടി എല്ലാ കാര്യങ്ങളും അധ്യാപകരോട് തുറന്നു പറയുകയായിരുന്നു. പിന്നീട് അധ്യാപകരാണ് കല്ലടിക്കോട് പോലീസിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉടൻ തന്നെ കല്ലടിക്കോട് പോലീസ് ഈ കരിമ്പയിലേക്ക് എത്തി കെ എം ബിനോജിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതോടുകൂടിയാണ് ഇപ്പോൾ കെ എം ബിനോജിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. 11 വയസ്സുകാരനെ ബിനോജ് ക്രൂരമായി തൻ്റെ ഈ ബാർബർ ഷോപ്പിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസും കണ്ടെത്തിയിട്ടുള്ളത്. ഈ കുട്ടിയുടെ ശരീരമാസകലം വലിയ രീതിയിൽ മുറിവുകൾ പറ്റിയെന്ന രീതിയിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഏതായാലും ഈ ബിനോജിനെതിരെ വന്നിട്ടുള്ള പരാതിയിൽ പോലീസ് കൃത്യമായി നടപടിയെടുത്തിരിക്കുന്നു. പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത ബിനോജിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.